സീനൊന്നും എനിക്ക് വേണ്ട. ഐശു നീ ഫീൽ ചെയ്യണ്ടാടി. നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ആലോചിക്കാം. ആരും ഇനി ഒരു കുന്തവും പറയാൻ നോക്കണ്ട, ഞാൻ തന്നെ പറയാം. എന്നെ കാണാൻ സുന്ദരിയല്ലേ? ആ, എന്നെ കെട്ടാൻ പോകുന്നവൻ ഭാഗ്യമുള്ളവനല്ലേ? ഇതാണ് സീൻ. അവൻ ആ കല്യാണത്തിന് വരും, നിങ്ങളെ ക്രോസ് ചെയ്ത് പോകും. അപ്പൊ നിങ്ങള് ആരടി ഇവൻ? ഇവനെ കാണാൻ എന്തൊരു ഭംഗിയാ. ഇവനെ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്തൊരു ഭാഗ്യവതിയാ. അങ്ങനെ നിങ്ങൾ പറയുമ്പോ അവൻ കാണാൻ വേണ്ടി ഞാൻ ഹൈ സ്പീഡിൽ തിരിഞ്ഞു നോക്കും. അപ്പൊ നീ ഫാൻ എന്റെ നേരെ തിരിക്കുമ്പോ എന്റെ തലമുടി കാറ്റിൽ പറക്കും. അവൻ എന്നെ നോക്കും, ഞാൻ അവനെ നോക്കും. അവൻ എന്നെ നോക്കും, ഞാൻ അവനെ നോക്കും. എങ്ങനെ നോക്കിക്കൊണ്ട് മാത്രം ഇരുന്നാ അവൻ വന്നിട്ട് പോകും. വന്നു വന്നു വന്നു, വേഗം പറഞ്ഞു പോലെ ചെയ്. ആ വരൂ വരൂ. ആരാടി ഇവൻ? എന്തൊരു ഗ്ലാമറാടി ഇവന്. ഇവൻ കെട്ടുന്ന പെണ്ണ് മുടിഞ്ഞ ഭാഗ്യവതിയാ. മോനെ ഇവിടെ ഇരിക്കേ. ഹായ്, നമസ്കാരം. ഞാൻ ഇവിടെ ഇരുന്നു. ശരി. നീ എപ്പോഴെത്തിയേ? സുഖം. എന്തുണ്ട് വിശേഷം? ഐശു ടെൻഷൻ ആകാതെ, അവൻ നിനക്ക് തന്നെയാ. ഇന്ന് നിന്റെ ലവ് വർക്ക്ഔട്ട് ചെയ്യാതെ നമ്മൾ ഇവിടുന്ന് പോവില്ല. സിംഗിൾ ബോളിൽ സിക്സർ അടിക്കണം. ആ ആര്, നീയോ? ആ തനിച്ചല്ല, ഗ്രൂപ്പായിട്ട്. ആ അതെ അതെ. അവൻ സ്റ്റേജിൽ കയറി. ഗേൾസ്, എനർജി എനർജി എനർജി. ഓക്കെ റെഡി? ആ ഓക്കെ ഓക്കെ. ഹലോ സർ. ഗണേശേട്ടന് വരാൻ പറ്റില്ല, സോറി പറയാൻ പറഞ്ഞു. ഇറ്റ്സ് ഓക്കേ സർ. ആരടി ഇവൻ? എന്തൊരു ഭംഗിയാ ഇവനെ കാണാൻ. അവളെ കെട്ടാൻ പോകുന്നവന് മുടിഞ്ഞ ഭാഗ്യം തന്നെയാ. സോറിടി. സാറേ, എന്നാ നമുക്ക് ജിമ്മി കാണാം. Yeah, thank you. ഓൾ ദി ബെസ്റ്റ്. ശരി, എന്നാ ഇറങ്ങട്ടെ. അമ്മേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നത്? എനിക്ക് ട്രെയിനിങ്ങിന് പോകണം, ഒരുപാട് ജോലിയുണ്ട്. എന്ത് ഒരുപാട് ജോലിയുണ്ടോ? നിന്റെ ജാതകം ഇപ്പൊ അത്ര നല്ലതല്ല മോനെ. നമ്മുടെ ജോലിസിര് പറഞ്ഞത് പ്രകാരം ഈ ക്ഷേത്രത്തിന് ചുറ്റും അടിപ്രദക്ഷിണം വെക്കണം. എന്നാലേ നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടും. അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എന്താ മോനെ ഇത്? ഇത്രയും വർഷമായിട്ട് നീ കാണുന്നില്ലേ? എന്തെങ്കിലും ഞാൻ പറയുന്നത് നിന്റെ അമ്മ കേട്ടിട്ടുണ്ടോ? സ്വാമി, അത് അവന്റെ കയ്യിലോട്ട് കൊടുക്ക. അമ്മേ, ഈ ചടങ്ങെല്ലാം പെണ്ണുങ്ങളല്ലേ ചെയ്യേണ്ടത്. ഞാൻ വേണമെങ്കിൽ ഉരുണ്ടുരുണ്ട് ശയനം പ്രദക്ഷിണം ചെയ്യട്ടെ. നീ അങ്ങോട്ട് നോക്കടാ. ആ പെൺകുട്ടികളൊക്കെ എന്തിനാണ് അടിപ്രദക്ഷിണം ചെയ്യുന്നത്? നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയല്ലേ? അതുപോലെ നീയും നല്ല പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ച് വേഗം അടിപ്രദക്ഷിണം വെക്കേ. കൊറേ സമയം വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. വരൂ വരൂ. സ്വാമി പറഞ്ഞത് കേട്ടല്ലോ, നടക്ക്. നീ എന്നെ നോക്കിട്ട് ഒരു കാര്യമില്ല. അയ്യോ, നിങ്ങൾ കണ്ടില്ലേ എന്റെ പൊന്നുമോന്റെ ഒരു അനുസരണ? അവനെ ചുറ്റി എത്ര പെണ്ണുങ്ങളാ വരുന്നെന്ന് കണ്ടില്ലേ? മുരുക, എനിക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത്. എന്നെ അതിനൊന്ന് സഹായിച്ചൂടെ? അവിടുന്ന് വേണം എനിക്കൊരു നല്ല വഴി കാണിക്കാൻ. ഭഗവാനെ. ഒരു പെണ്ണിനെ നമ്മൾ കണ്ട ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മനസ്സ് പറയണം, ഇത് തന്നെയാണ് നിന്റെ ഭാര്യയെന്ന്. ഐശ്വര്യ ലവ് സക്സസ് ആയത് നമുക്ക് ആഘോഷിക്കണ്ടേ? ഹായ് കാർത്തിക്, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ കൂട്ടാ? ഇപ്പൊ തന്നെ നിന്നെ കണ്ട കെട്ടിപ്പിടിച്ച്. കൊച്ചേ ഒന്ന് നിർത്ത് കൊച്ചേ. അവിടുന്ന് തരുന്നത് ഇവിടെ പൊട്ടിത്തെറിക്കുവാ. ഐശു, ഫോണിന്റെ സ്പീക്കർ ഓണിലാണ്. ഹലോ, നിങ്ങളാരാ? ഞാനാ മോളെ, ഗണേശൻ. ഗണേശനോ? ഏത് ഗണേശൻ? കാർത്തിക്കിന്റെ ഫ്രണ്ട്, VTV ഗണേശൻ. സോറി സോറി സർ, ഞാൻ കാർത്തിക് എന്നാ വിചാരിച്ച. അല്ല, അങ്ങനെ വിചാരിച്ചുകൊണ്ട് സാരമില്ല മോളെ. നമുക്ക് വരുന്ന ഫോൺ ആദ്യം എടുക്കുമ്പോ ഹലോ എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നാ മറ്റേ തലക്കുള്ള ആള് മഞ്ഞകെട്ട പോലെ അലിഞ്ഞില്ലതാവും. സോറി സർ, സോറി സർ. വൺ സെക്കൻഡ്.
കാർത്തിക്കിന് ഒരു പെണ്ണിനോട് ഇത്രയും താല്പര്യം തോന്നുകയാണെങ്കിൽ അത് വലിയ കാര്യം. എനിക്ക് കുട്ടിയൊന്ന് കാണണമല്ലോ. ഷുവർ സർ. നാളെ കാർത്തിക്കിന്റെ ബർത്ത്ഡേ, കുട്ടിയെ അറിഞ്ഞില്ലേ? നിങ്ങൾ രണ്ടുപേരോട് മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്താലുണ്ടല്ലോ വീടില്ല ഞാൻ. ടുമോറോ ഈസ് മൈ ട്രീറ്റ്. ഓക്കെ ബൈ. ഓക്കെ സർ, ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ കാർത്തിക്. ഹാപ്പി ബർത്ത്ഡേ. എനിക്കാണോ നീ തരേണ്ടത്? വായി വെച്ച് കൊടുക്കേണ്ട ആള് ദേ നിൽക്കുന്ന അവിടെ കൊടുക്കടാ. ഓൾ ദി ബെസ്റ്റ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ? തരും, വാങ്ങിച്ചോടാ. അല്ല അത് ഹാപ്പി ബർത്ത്ഡേ. ഓ അല്ല, മോതിരോ? അടച്ചു പൂട്ടി വെച്ചാൽ അങ്ങനെ അവന്റെ കയ്യിലോട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ മൊത്തം കാര്യങ്ങൾ ഓക്കെ ആയനെ. സ്മൂത്തായിട്ട് കേറുന്നു, ഒരു കുഴപ്പമില്ല. കാർത്തികേ, നിന്റെ സോൾട്ട് ആൻഡ് പെപ്പർ വർക്ക് ചെയ്ത് തുടങ്ങിയടാ. ഇത് ബർത്ത്ഡേ പോലെ അല്ലടാ എനിക്ക് തോന്നേ, വേറെ എന്തൊക്കെയോ പോലെ എനിക്കങ്ങ് തോന്നുവാ. ഓ, കണ്ണുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാ? നിന്നെ വിളിക്കുന്നു, പോയിട്ട് വാ. എൻജോയ് യുവർ ബർത്ത്ഡേ. നിങ്ങൾ കഴിച്ചോളൂ. ബൈ ബൈ ബൈ. കാർത്തി, ഇന്ന് എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് അറിയോ നിനക്ക്? മനസ്സ് നിറയെ സന്തോഷം. ഇതേപോലെ നിന്റെ അടുത്ത ബർത്ത്ഡേക്ക് എനിക്ക് നിന്റെ വൈഫ് ആകണമെന്നുണ്ട്. അത് നടക്കും? ഏയ്, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? തീർച്ചയായും നടക്കും. ഞാൻ ഇന്ന് തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. നീ നിന്റെ വീട്ടിൽ പറയണം. എനിക്ക് അച്ഛനമ്മ അങ്ങനെയൊന്നും ആരുമില്ല കാർത്തിക്. എന്നെ ചോദിക്കാനും പറയാനോ ആരുമില്ല. 3 വയസ്സിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. അതിനുശേഷം ഞാൻ ഒരു ഹോമിലാണ് വളർന്നത്. അവിടെ തന്നെയാണ് പഠിച്ചതും. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം. ഇപ്പൊ ഈ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ട്. എന്നാ കണ്ണു അടച്ചാലോചിച്ചാൽ എനിക്കിന്ന് ഒരാൾ പോലും ഇല്ല. ആരുമില്ല കാർത്തിക്. ഞാൻ കൂടെ ഉണ്ടാവും. നിനക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാമായി ഞാൻ ഉണ്ടാവും. ഇന്നു മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കാർത്തിക്. സന്തോഷമായ? ഐ ലവ് യു. എടാ ജിമ്മാൻ, നീ എന്താണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അതല്ല ഏട്ടാ, ഇന്നു മുതൽ ജീവിതത്തിനൊരു മാറ്റം വരുത്തണം. ജോലി മുടങ്ങാതെ ഒരുപാട് സമ്പാദിക്കണം. വെരി ഇൻട്രസ്റ്റിംഗ്. പറ പറ പറ, കേക്കട്ടെ. നാളെ വൈകിട്ട് കാർത്തിക്കിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ പോവാൻ ഞാന്. കാർത്തിക്കിനെ എന്നെ ഇഷ്ടപ്പെട്ടതുപോലെ അവന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടപ്പെടണം. ആകെ ടെൻഷൻ ആവുന്നു എനിക്ക്. അവൾ അച്ഛനും അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ. എന്നിൽ അവൾക്ക് വിശ്വാസം. അവൾക്ക് ഒരു കുറവും വരുത്താതെ എനിക്ക് നന്നായിട്ട് നോക്കണം. സോ കല്യാണത്തിന് ശേഷം ഉറപ്പായിട്ടും കാർത്തിക്കിനെ ഞാൻ ജോലി ചെയ്യുന്നത് ഇഷ്ടാവില്ലെന്നാ തോന്നുന്നത്. അവന്റെ അച്ഛനും അമ്മയും അത് സമ്മതിക്കില്ല. സോ നാളെ തന്നെ ഞാൻ ജോബ് റിസൈൻ ചെയ്യാൻ പോവാ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് കാശ് തരാം നിനക്ക്. സ്വന്തമായിട്ടൊരു ജിംനേഷ്യം നീ സ്റ്റാർട്ട് ചെയ്യും. കൈ നിറച്ച് സമ്പാദിക്കണം. നീ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. ചേട്ടാ, നിനക്ക് എപ്പ കഴിയുമോ അപ്പൊ നീ എനിക്ക് കാശ് തിരിച്ചെന്നാ മതിടാ കാർത്തികേ. താങ്ക്സ് ചേട്ടാ. യെസ് മാൻ. എടി, നീ എവിടാ? റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക. ഐഷു എടുത്തു ചാടല്ലേ? ആദ്യം നീ ഡേ ടു ഡേ മാഗസിൻ വാങ്ങി പേജ് നമ്പർ 64 നോക്ക്. അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ ഇത്? അതെ, അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ജിം കോച്ചുമായി പ്രണയമോ? നടി മനസ്സ് തുറന്നു. കണ്ടിന്യൂ. ഏയ്, പറയടി പെണ്ണുമ്പിള്ളേ. കാർത്തിക്, ഇപ്പൊ നീ എവിടെയാ ഉള്ളത്? ജിമ്മിലാടി. നിന്റെ ജിം എവിടെയാണ്? ഹയാട്ട് ഞാൻ ഹോട്ടലിൽ. അങ്ങോട്ട് വരിക. എനിക്ക് ഉടനെ നിന്നെ കാണണം. എന്താ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആ ഡേ ടു ഡേ മാഗസിൻ കണ്ടോ നീ? ഓ ചെയ്യ്. ചേട്ടാ, കൈ ഇങ്ങനെ വെക്ക്. ശരീരത്തോട് ചേർന്ന് കൈ കുറച്ച് പൊങ്ങിയിരിക്കണം. സ്പീഡ് കുറച്ച് കൂടും.
Left, right, left, right. ഏയ് ഐഷു, ഐഷു, ഐശ്വര്യ, ഐഷു, ഐശ്വര്യ, ഐശ്വര്യ നിൽക്കാൻ. ഐശ്വര്യ, എന്ത് പറ്റി നിനക്ക്? എന്താ ഇത്? അതെല്ലാം അകത്ത് പോയി സംസാരിക്കാം, വാ. എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞാ മതി. ഐഷു, പ്രണയിക്കുമ്പോൾ സംശയം മാത്രം വരാൻ പാടില്ല. തമ്മിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. മറിച്ച് സംശയം തോന്നിയാലുണ്ടല്ലോ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കില്ല. അവരവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എഴുതിയതായിരിക്കും. ഇന്ന് ഈ നടിയെക്കുറിച്ചായിരിക്കും എഴുതിയത്. നാളെ വേറെ നടിയെ ഞാൻ ട്രെയിൻ ചെയ്താൽ അവരെക്കുറിച്ചും ചിലപ്പോൾ എഴുതിയെന്നിരിക്കാം. ഇതെല്ലാം ഇങ്ങനെ വലുതാക്കാൻ നോക്കിയാ ആരൊക്കെ എന്ത് വേണമെങ്കിൽ എഴുതിക്കോട്ടെ. നീ ഒരു ജിം കോച്ചാണോ? ആ അതെ, ഞാൻ കോച്ചാണ്. എന്താ? ഏയ് ഏയ്, നീ ദേഷ്യപ്പെട്ട് എങ്ങോട്ടാ ഐശ്വര്യ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നീ എന്നെ മനഃപൂർവ്വം ചതിച്ചതാണ്. ബ്ലഡി ചീറ്റ്. ഏയ് ഞാനോ? മാറി നിൽക്ക്. മതി അഭിനയിച്ചത്. ഏയ് ഐശ്വര്യ, എന്താ പറയുന്നേ? ഞാൻ ചതിച്ചു? അതെ, എന്താ സംശയം? എന്നെ കണ്ടത്, സംസാരിച്ചത്, സ്നേഹിച്ചത് എല്ലാം അഭിനയം തന്നെയാ. ഇല്ലെങ്കിൽ ഒരു സാധാരണ ജിമ്മിൽ ജോലി ചെയ്യുന്ന നീ എന്തിനാ എന്റെ മുന്നിൽ വലിയ റിച്ച് പോലെ അഭിനയിച്ചത്? ഏയ് ഞാനിപ്പോ ഇതൊക്കെ എനിക്കെല്ലാം അറിയാം. വെറും ഒരു ജിം കോച്ചാ നീ. എന്നിട്ട് ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്, ബെൻസ് കാർ, ബോട്ട് ക്ലബിൽ വീടും. എന്തിനാ ഇതൊക്കെ? പണക്കാരനെ പോലെ അഭിനയിച്ച് നീ എന്നെ ചതിക്കായിരുന്നില്ലേ? You bloody fraud. ഐശ്വര്യ, ഞാനെന്തിനാ നിന്നെ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നേ? സിനിമാ നടൻ ആരിക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാ ഞാനൊന്ന് ഫ്ലൈറ്റിൽ പോകാനായിട്ട് ഇടയായത്. ടിക്കറ്റ് ആരി സാർ തന്നെയാണ് തന്നത്. പിന്നെ ആ ബെൻസ് കാർ അത് VTV ഗണേശേട്ടന്റെയാണ്. നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ ബംഗ്ലാവിനെ കുറിച്ച്? അതെന്റെ ക്ലയന്റിന്റെ വീടാണ്. അപ്പൊ ഈ കണ്ടതൊന്നും നിന്റേതല്ലേ കാർത്തിക്? എന്റെ അല്ല. ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? നിനക്കും എനിക്കും ഇനി സെറ്റ് ആകില്ല. നമ്മൾ തമ്മിൽ ഒന്നുമില്ല. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ SMS അയക്കുന്നത്, ഫോൺ ചെയ്യുന്നത്, ഇതൊന്നും നീ ചെയ്യരുത്. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? ഐശ്വര്യ, നീ എന്തിന്? നിന്റെ അടുത്ത് സംസാരിക്കണം. താഴെ വാ. സോറി ഐശ്വര്യ, ആദ്യമായിട്ട് വെള്ളം അടിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്ന് എന്തൊക്കെയോ വിളിച്ചു. മനസ്സിലായല്ലോ. സ്ഥലം വിട്. അല്ല ഐശ്വര്യ, എനിക്ക് കുറച്ച് സമയം താ. ഞാൻ തനിയൊരു ജിംനേഷ്യം തുടങ്ങാൻ പോവാ. 4-5 വർഷം കൊണ്ട് നല്ലൊരു ലെവലിൽ എത്തുന്നേ. കാർത്തിക് പ്ലീസ്, നിന്റെ ലൈഫ് സ്റ്റൈലും എന്റെ ലൈഫ് സ്റ്റൈലും വെവ്വേറെയാണ്. ഉറപ്പായിട്ടും നമ്മൾ തമ്മിൽ ശരിയാവില്ല. അതൊന്ന് മനസ്സിലാക്ക്. സ്ഥലം വിട്. എന്ത് ലൈഫ് സ്റ്റൈല്? നിന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയോളാം. എന്നെ ഒന്ന് വിശ്വസിക്ക. കാർത്തിക് പ്ലീസ്, ഒന്ന് നീ പോ. ഐഷു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഐശ്വര്യ. ഒന്ന് മനസ്സിലാക്ക്. ദേ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒന്ന് നിർത്താമോ? എന്താ നിനക്ക് മനസ്സിലാവാത്ത? ഐഷു, ഇനി ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. പറയണ്ട. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇനി ഞാൻ ഒന്ന് ചെയ്യാം. നീ നാളെ രാവിലെ വാ, ഞാൻ നിന്റെ കൂടെ വരാം. ഒരു ദിവസം മുഴുവനും നീ എന്നെ എങ്ങനെ നോക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ പോ നോക്കാം. ഒരു ദിവസോ? ഞാൻ നന്നായി നോക്കും. താങ്ക്സ് ഐശ്വര്യ. നാളെ തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാൻ നോക്കട്ടെ. ഇപ്പൊ പോവാൻ. ഐഷു, കാർത്തിക് പാവല്ലേ? അവന് നീ പറഞ്ഞ് മനസ്സിലാക്കി വിടേണ്ടതല്ലായിരുന്നു. അവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ വരട്ടെ, ഞാൻ തന്നെ മനസ്സിലാക്കി കൊടുക്കാം. കള. പറയാ ഐശ്വര്യ. എവിടെയാ നീ? ഓൺ ദ വേയിലാ, വന്നോണ്ടിരിക്കുക. എന്തിലാ വരുന്ന? ബൈക്കിലാ വരുന്നേ. എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്ക് പനി തരാൻ വേണ്ടി കൊണ്ടു നടന്നില്ലേ ബെൻസ് കാർ, അത് കൊണ്ടുവന്നാ മതി.
അയ്യോ ഐശ്വര്യ, അത് ഗണേശ് ചേട്ടന്റെ വണ്ടിയല്ലേ? ചേട്ടനിപ്പോ ഷൂട്ടിങ്ങിലാ ഉള്ളത്. ഓക്കെ, എന്നാ വേണ്ട. അല്ല ഐശ്വര്യ, ഞാൻ സാർ, അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ക്ലൈമാക്സിന്റെ ഒരു ലീഡ് സീനാ അത്. ഓക്കെ. ഒരു ഓടി 116 കാർ സ്പീഡിൽ അങ്ങോട്ട് വരുമ്പോ പെട്ടെന്ന് ഹീറോ ഡൈവ് ചെയ്ത് എൻട്രി ആയിട്ട് തിരിഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോ, ചേട്ടാ ഗുഡ് ഗുഡ് ഗുഡ്. വണ്ടിയുടെ താക്കോലൊന്ന് വേണം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നീ ആ പെണ്ണിന്റെ വീട്ടിൽ പോയി ബഹളം വെച്ചല്ലേ? നിന്നോട് കുറച്ച് സംസാരിക്കണം. നീ അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. ഐഡിയ തന്ന ചേട്ടനല്ലേ? കാറിന്റെ താക്കോലിങ് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം സാർ. കാർ ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, കോൾ ടാക്സി പിടിച്ചു പോ. ചെല്ല് ചെല്ല്. നിങ്ങളുടെ ഈ പടം ഓടില്ല. എന്താ നിങ്ങൾ പറഞ്ഞേ? അയ്യോ, അങ്ങനെ പറയരുത് സാർ, അവിടെ ഇരിക്ക് സാർ. ഓടുവല്ല ഇരിക്ക് സാർ, സാർ അവിടെ. പ്രേമകഥയല്ലേ എടുക്കുന്നേ? അതിന് സപ്പോർട്ട് ചെയ്തില്ല എങ്ങനെ ഓടുന്ന? എത്രയും വേഗം സ്ഥലം കാലിയാക്കും. പോ പോ പോ. ഇല്ല സാർ, നല്ല സ്റ്റോറിയാ സാർ ഇത്. ചേട്ടന്റെ ഇവിടെ സൂപ്പർ ഹിറ്റാ സാറേ, ഇത് പൊളിക്കും. അതെ, അടുത്ത പ്രിയദർശൻ നിങ്ങളാ. പറഞ്ഞു വന്നത് ക്യാമറ ട്രോളിയിലൂടെ ബാക്കിലോട്ട് ഇങ്ങനെ വരും. ഐഷു, ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. ആ വരാം വരാം. ഒടുങ്ങുന്ന ലക്ഷണമില്ലല്ലോ. ഇവനിട്ടൊരു പണി കൊടുക്കണം. ടെൻഷൻ ഉണ്ടല്ലേ? ഇപ്പൊ നോക്കാം. ഇതെന്തായി ചെയ്യുന്നേ? നിന്റെ തലയ്ക്കുന്ന വട്ട? സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്ന ഏത് ചെറുക്കനെങ്കിലും ലവർ ഇതുപോലെ ഡ്രസ് ചെയ്യുന്നത് ഇഷ്ടമാവോ? ഇപ്പൊ നോക്കിയോ, ഞാൻ താഴെ പോവും, ഡ്രസ്സിനെ കുറിച്ച് അവൻ എന്തെങ്കിലും പറയും, അവിടെ തന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് വരാം. ഓ, പോവാമോ? ഏയ്, എന്താ ഇത്? ഇതെന്തൊരു ഡ്രസ്സാ? ഇപ്പൊ തന്നെ എന്റെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയോ? ഞാനിങ്ങനെ ഡ്രസ് ചെയ്യൂ. ആ, നിനക്ക് ഇഷ്ടമായില്ലല്ലോ. ഐ നോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ നമ്മൾ തമ്മിൽ ശരിയാവില്ല എന്ന്. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. നിക്ക് സൂപ്പർ ആയിട്ടുണ്ട്. വാ ഐഷു, എങ്ങോട്ടാ പോണ്ടേ? നിനക്ക് എന്റെ ഡ്രസ് ഇഷ്ടമായില്ലല്ലോ. ഷോപ്പ് സ്റ്റോപ്പോ പോ. ഐഷു, ഇതൊക്കെ നോക്ക്. ഇതിലേതിട്ടാലും നിനക്ക് നന്നായിട്ട് ചേരും. ആ, അങ്ങനെയാണോ? ആ, വാ വാ. ഈ ഡ്രസ് കൊള്ളാമോ? പാക്ക് ദിസ്. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? പാക്ക് ദിസ് ടു. ഇതോ? ഇത് അത്രയും നന്നായിട്ട്. വളരെ നന്നായിട്ടുണ്ട്. പാക്ക് ദിസ്. ഞാൻ ട്രയൽ നോക്കട്ടെ. നീ ഇതിനൊക്കെ പേ ചെയ്. എല്ലാം കൂടി ബിൽ ചെയ്തേക്ക്. ഓൾ ഓഫ് ദിസ്. ബിൽ പേ ചെയ്തോ? തരാടാ നിനക്ക് അടുത്ത പണി. എക്സ്ക്യൂസ് മീ, ഇതിലേതാണ് എക്സ്പെൻസീവ് പെർഫ്യൂം? ഈ പെർഫ്യൂം എടുത്തു മാഡം. 7,000. ഗുഡ്. One second. Perfume, makeup kit and sandals. ഇതെല്ലാം വേണോന്നോ? എന്താ, വാങ്ങി തരില്ലേ എനിക്ക്? അല്ല, അങ്ങനെ എനിക്കെന്നെ വേണമല്ലോ. വേണം. എന്നാ വേഗം പേ ചെയ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വേഗം വേണം. ഓക്കെ. സാറിന്റെ കാർഡ് ഡിക്ലെയർ ആയി. അല്ല, ഇതിലൊരു 30,000 ഉണ്ടായിരുന്നു. ഇല്ല സാർ, ബിൽ എമൗണ്ട് 7,000. ഒരു ഓക്കെ മിനിറ്റ് സാർ. ചേട്ടാ, അർജന്റായിട്ട് ഒരു 50,000 രൂപ വേണം. എങ്ങനെങ്കിലും എനിക്കൊന്ന് അയച്ചു തരണം. എന്താടാ കാശിന് ഇത്ര അത്യാവശ്യം നിനക്ക്? ഐഷുവിന്റെ കൂടെ ഷോപ്പിങ്ങിന് വന്ന ചേട്ടാ, അവൾക്ക് ഡ്രസ്സ് വാങ്ങണം. എടാ, നീ പോയത് അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. പിന്നെ തുണി മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ചേട്ടാ, ചേട്ടനിപ്പോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല്ലോ, അത് പറ. എടാ, ക്യാഷ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ കുഴപ്പമില്ല. എന്നാലേ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മണിയടിച്ചടിച്ച് ഒടുക്കത്തെ മണിയടിയാണല്ലോ ഇവൻ. ഐഷു,
ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഐശ്വര്യ ഒന്ന് സംസാരിക്കണമായിരുന്നു. പറ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിനുള്ളിലുണ്ടെങ്കിൽ ജീവിതത്തിൽ വേറൊന്നും ആവശ്യമില്ല. നീ എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് നേടാൻ കഴിയുമെന്ന് എനിക്ക് നന്നായി അറിയാം ഐഷു. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. നോക്ക്, നിന്നോട് തന്നെയല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ആ കേൾക്കുന്നുണ്ട്. പ്രേമം, അതിൽ വിജയിക്കും, ഞാനില്ലാത്ത ഒരു ജീവിതം, അതൊക്കെയല്ലേ. നീ കണ്ടിന്യൂ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല ഐശ്വര്യ. തീർച്ചയായും എനിക്ക് ഒരു 6-7 വർഷത്തിൽ നല്ല നിലയിൽ എത്താൻ സാധിക്കും. ഒന്ന് വിശ്വസിക്കേ. 7 years? അതെ. ഒരു മിനിറ്റ് ചേട്ടാ, പറയേട്ടാ. കാർത്തികേ, നിന്റെ ആള് കരയുകയാണോ അതോ നിന്നെ കരയിച്ച് പിഴിഞ്ഞെടുക്കുകയാണോ? അവളെങ്ങനെ കരയാനാ? കല്ലുപോലെ ഒരു കുലുക്കവും ഇല്ല അവൾക്ക്. ഡാ, നീ ഇപ്പൊ എവിടെയുള്ളത്? ഇവിടെ മായാജാലുണ്ട്. കറക്റ്റ് സ്ഥലത്ത് തന്നെയാ നീ ഇപ്പൊ നിൽക്കുന്നത്. അവിടെ വിണ്ണൈ താണ്ടി വരുവായി എന്ന തമിഴ് പടം ഓടുന്നുണ്ട്. ആ സിനിമ അവളെ കൊണ്ട് കാണിക്കാൻ നോക്കടാ. എന്താ ഈ ഒരു സിറ്റുവേഷനിൽ സിനിമയ്ക്ക് എങ്ങനെയാ പോകുന്നേ? എടാ, നീ ആദ്യം ചെയ്യേണ്ടത് അവളെ ഫീലിംഗിലേക്ക് കൊണ്ടുപോവാ. പിന്നീട് നിന്റെ ഫീലിംഗ് അങ്ങോട്ട് എടുത്തിട്ട് അവിടെ ലോക്കാകുകയല്ലേ. ഇത് കൊള്ളാലോ. എന്നാൽ പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അകത്തോട്ട് നിങ്ങൾ പോവാൻ. എന്തിനാ അത്? അപ്പോ തിയേറ്ററിനകം മുഴുവനും നല്ല ഇരുട്ടായിരിക്കും. സീറ്റ് കാണിച്ചു തരാന്ന് പറഞ്ഞ് ലൈറ്റായിട്ടൊന്ന് തൊട്ട് തലോടി വിടറാ. അങ്ങനെ ഒരു കിസ് റേഞ്ചിലേക്ക് പോയെന്ന് വെച്ചോ, നിന്റെ പഴയ ഫ്ലാഷ് ബാക്കിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഓക്കെ ചേട്ടാ. ഓൾ ദി ബെസ്റ്റ് ടാ. താങ്ക് യു ചേട്ടാ. നമുക്കൊരു സിനിമ കണ്ടാലോ? ലവ് ഫിലിം. എന്താടി പറയുന്നേ? സാറിന് ലവ് ഫിലിം കാണണോ അത്ര? ഓക്കെ ഓക്കെ. ആ പോകാം സാർ. ആ ടിക്കറ്റ് എടുക്ക് പോകുമ്പോ. നോക്കി നോക്കി. കുറച്ചോ ഇവിടെ. പോപ്കോൺ വാങ്ങിട്ട് വാ. അല്ല, കുറച്ച് കഴിഞ്ഞ്. ഹലോ, സോറി ബ്രദർ, സോറി. ഇതാ. ഇത് ബട്ടർ പോപ്കോൺ ആണോ? ആ അതെ, ബട്ടറാ. ഞാൻ ഡയറ്റിലാണ്. എനിക്ക് പ്ലെയിൻ പോപ്കോൺ ആണ് വേണ്ടത്. ഇവന്റെ ചീത്ത കേൾക്കണമല്ലോ. അയ്യോ, ഹലോ മിസ്റ്റർ. ട്രെയിനില് நான் உன்னை கிஸ் பண்ண அதுக்கப்புறம் அப்ப இது லவ் தானே? உன் காலை பிடிச்சேன், நீ என்னை தடுக்கல. இது லவ் தானே ஜெஸ்ஸி? ஒரு ஃபென்டாஸ்டிக்கான கெமிஸ்ட்ரி இருந்தது நமக்குள்ள. அதை நீ ரியலைஸ். അയ്യോ, എനിക്കിപ്പോ കോക്ക് വേണം. எனக்கு ஒன்று பிடிச்சிருக்கு. ஆனா எனக்கு இது வேண்டாம். எனக்கு எந்த பிரச்சனையும் வேண்டாம். இப்போ எனக்கு வேண்டாம். வெரி சிம்பிள். புரியுதாடா? ഡയറക്ടർ എത്ര ഫീൽ ചെയ്ത് എടുത്തേക്കാന്ന് നോക്ക്. ആരും സ്നേഹിച്ച് വേർപിരിയരുത്, ആ വേദന ഒരിക്കലും സഹിക്കാനാവില്ലെന്ന. പക്ഷെ സ്നേഹിച്ചില്ലെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്തിനാ സ്നേഹിക്കുന്നത്, പിന്നെ എന്തിനാ പിരിയുന്നത്? ഹലോ, നിങ്ങൾ പുറത്തു പോയി കാര്യം പറഞ്ഞാൽ മതി. എടാ കിഴങ്ങ ദേവി എന്നെ ശല്യം ചെയ്യാതെ. ഞാൻ പറയാം. സ്നേഹം എന്ന് പറഞ്ഞാ ഹലോ, പറഞ്ഞു കേട്ടില്ലേ? പുറത്തു പോയി വഴക്കുണ്ടാക്കാനാ. വേണമെങ്കിൽ നീ പുറത്തു പോയിരുന്ന സിനിമ ആണ്. മര്യാദക്ക് സംസാരിക്കേ, എന്റെ അടുത്ത് വേണ്ട. ഏയ്
എന്നെ കുറിച്ച് അറിയില്ല നിനക്ക്. സോറി ബ്രദർ. നീ എന്തിനാ ഇവന്റെ അടുത്തൊക്കെ സോറി ചോദിക്കുന്നത്? അയ്യോ അതൊന്നും സാരമില്ലെന്ന്. എടാ, തടിയാ. എന്താ നിനക്ക്? ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കും. കേൾക്കാൻ വയ്യെങ്കിൽ എഴുന്നേറ്റ് അടിച്ച് ഞാൻ പുറത്ത് പോടാ. ശരിയാക്കുന്നതിനെ. എന്താടാ? എന്താ വലിയ റൗഡിയാണ് സംസാരം, ആ? പെണ്ണുങ്ങളെ പോലെ സംസാരിക്കടി. നീ ആരാടി? അതെ, ഞാൻ ഇങ്ങനെ സംസാരിക്കും. നീ ഒരു ആണാണെങ്കിൽ പുറത്ത് വാ. ദാ, ആരാടി? പുറത്ത് നീ വരാൻ. ആരാടി? നീ എന്നെ അയ്യോ, ഇവിടെ പുറത്ത് വന്നോ? വന്ന് ഇടിച്ച് അടിച്ച് നിന്നെ. ശരിയാക്കടി. വാ. ഇങ്ങോട്ടാ. വാടി പുറത്ത്. ആ, വന്നെടാ. ഇറങ്ങി വാടി. വന്നു. നിർത്തി ചെയ്യോ? എന്തിനാ ചെയ്യുന്നത്? നിനക്ക് നിന്നെ മാറി പേടിക്കാൻ നിൽക്കാം. പുറത്തോ? ആ? മാറി നിൽക്കടി. ഇവനെ അടിക്കോ? എന്നാ വാ, നിന്റെ സീനൊക്കെ ഞാൻ അഹങ്കാരി. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കടാ. നീ കളിക്കാൻ ഒന്ന് വരുന്നല്ലേ? മനസ്സിലാവും. ആ, വാടാ. കാർത്തി, കാർത്തി, കാർത്തി. മാറ്. എവിടെ അവൻ? അവൻ എപ്പോഴോ പോയി. ഓ നോ. വരാം. ഐഷു സാർ 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 ബില്ല് ബില്ല് ബില്ല്. ഹലോ, ലിസൺ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ ആരും ബിൽ പേ ചെയ്യണ്ട. ഇത് എന്റെ ട്രീറ്റ്. ഈ ബിൽ എന്റെ ബോയ് ഫ്രണ്ട് പേ ചെയ്യും. വെയിറ്റർ, മച്ചു, അളിയ, അർജന്റായിട്ട് എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. ഒരു 85,000, 30,000 നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ നേടാ. ശരിടാ, അക്കൗണ്ട് നമ്പർ അടിപൊളി പാർട്ടിയായിരുന്നു കേട്ടോ. താങ്ക്സ്. ആ, ആ, ആ. ഓക്കേ ഓക്കേ ടാറ്റാ. വളരെ നന്ദിയുണ്ടോ. ഇതാ കാർഡ്. സാർ ബില്ല്. സാറേ ഒരു മിനിറ്റ്. ഒരു ബില്ല് കൂടിയുണ്ട്. റൂമിലെ മിനി ബാർ യൂസ് ചെയ്തിട്ടുണ്ട് സാർ. ആൻഡ് ദിസ് ഇസ് എ ബിൽ ഫോർ ദാറ്റ് സാർ. സാർ തെറ്റായി വിചാരിക്കരുത്. ഈ ഫോൺ ഇവിടെ വെച്ചോ. സാർ ഞാൻ ക്യാഷ് സെറ്റിൽ ചെയ്തതിന് ശേഷം ഫോൺ വന്ന് വാങ്ങിച്ചോളാം. പ്ലീസ് സാർ. ഓക്കെ സാർ. വളരെ നന്ദിയുണ്ട്. നോ സാർ. പ്രോബ്ലം സാർ. എന്നാ പോയേക്കാം. പോകാം. ശ്ശേ, വീണ്ടും എസ്കേപ്പ് ആയി. എന്താ കാർത്തിക്, വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അതോ അപ്പാർട്ട്മെന്റിലോ? അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോകാം. പിന്നെ രാവിലെ മുതല് എത്ര കാശ് ചെലവായി കാണും? എന്താ ചോദിച്ചേ? ചുമ്മാ ഒന്ന് പറ. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ചെലവായി കാണും. ഓ, ഈ ചെലവിനെ നീ എങ്ങനെ ബാലൻസ് ചെയ്യും? അത് ഞാൻ നോക്കിയോളാം. എങ്ങനെ? ബാങ്കില് പേഴ്സണൽ ലോൺ എടുത്ത് ഒരു 1 ഇയർ EMI കിട്ടും, അങ്ങനെയല്ലേ? അല്ല, നീ എത്ര സമയം ചോദിച്ചത്? എന്തിന്? അല്ല, ജീവിതത്തിൽ സെറ്റിൽ ആകണമെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ ഒരു 4-5 വർഷത്തില്. നീ പറഞ്ഞതുപോലെ 4-5 വർഷത്തിൽ സെറ്റിൽ ആയെങ്കിൽ സൂപ്പർ. ആയില്ലെങ്കിലോ? അല്ല, ഇപ്പൊ എനിക്ക് 24 വയസ്സായി. ഇനി 4-5 വർഷം കഴിഞ്ഞ 29. ഇപ്പൊ ഞാൻ സ്റ്റൈലായിട്ടില്ലേ? അപ്പൊ ഞാൻ ആന്റിയാ. പിന്നെ ആരെന്നെ കെട്ടിക്കൊണ്ട് പോവാനാ? എന്തിനാ നീ ഇങ്ങനെ എല്ലാം നെഗറ്റീവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് ആലോചിക്കുക. ശരി, നീ പറയുന്ന പോലെ പോസിറ്റീവായിട്ട് എന്നെ ആലോചിക്കാം. ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്നു വെച്ചോ. കല്യാണം എവിടെ വെച്ച് നടത്താം? നല്ല ഗ്രാൻഡ് ആയിട്ട് റിച്ച് ആയിട്ട് ചെയ്യണ്ടേ? ഒന്നെങ്കിൽ താജ് ഹോട്ടൽ, അല്ലെങ്കിൽ പാർക്ക് ഹോട്ടൽ. മനസ്സിലായി. ആ റേഞ്ചിൽ പോകാൻ പറ്റില്ലല്ലേ? കുറച്ച് കുറവായിട്ട് ഏതെങ്കിലും കല്യാണ മണ്ഡപത്തിൽ വെക്കാന്ന് വെച്ചോളൂ. അതിനും ചെലവുണ്ടല്ലോ. മണ്ഡപം, ഇൻവിറ്റേഷൻ, ഡ്രസ്, ആഹാരം, ഓർക്കസ്ട്ര. കല്യാണത്തിന് മുമ്പ് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടി, നിന്റെ ഫ്രണ്ട്സിന്റെ പാർട്ടി, ആഫ്റ്റർ മാരേജ് പാർട്ടി. എങ്ങനെയും ഒരു 15 ലക്ഷം ചെലവാക്കണം. ഈ 15 lakhsന് നീ എന്ത് ചെയ്യും? ഇന്ന് 1 ലക്ഷം ചെലവാക്കിയതിന് തന്നെ നീ ഒരു വർഷം മുഴുവൻ EMI പേ ചെയ്യണം. 15 lakhsന് 15 years EMI പേ ചെയ്യണം. കല്യാണം എന്ന് പറയുന്ന ഈ 2 ദിവസത്തെ കൂത്തിന് നീ 15 വർഷം പാടുപെടണം. വല്ല ആവശ്യമുണ്ടോ?
കല്യാണം കഴിഞ്ഞിട്ട് നീ എന്റെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാളും ബാങ്കുകാരോട് സംസാരിച്ച് നിന്റെ തൊണ്ട പൊട്ടും. ശരി ശരി, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചെലവൊക്കെ? കല്യാണത്തിന് വളരെ സിമ്പിൾ ആയിട്ട് കൊച്ചൊരു അമ്പലത്തിൽ നടത്താം. ഈ EMI ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. കല്യാണ കാര്യം ഓക്കെ. ഹണിമൂൺ? കല്യാണം വളരെ സിമ്പിൾ ആയിട്ട് നടത്തി കഴിഞ്ഞു. അപ്പൊ ഹണിമൂൺ എങ്ങനെയാ? സ്വിറ്റ്സർലാൻഡിലാ കൊണ്ടുപോകാൻ പോണ? അതും സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. വീടെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ചേരിയില് 10 റൂം അല്ലേ കാർത്തിക്? എന്തിനാ വെറുതെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നത്? ആഫ്റ്റർ മാരേജ് നല്ലൊരു വീട് തന്നെ നോക്കാം. നോക്കാലോ, ഒരു നല്ല വീട് തന്നെ നമുക്ക് നോക്കാം. പക്ഷെ മിനിമം 15,000 എങ്കിലും വാടക കൊടുക്കണ്ടേ? വീട്ടു വാടക 15,000. അതും അല്ലാതെ പാല്, പച്ചക്കറി, തേങ്ങ, മാങ്ങ, കറണ്ട്, വെള്ളം, ഇങ്ങനെ ഇനിയൊരു 15,000 ആവില്ലേ? വലുതായിട്ടൊന്നും ചെയ്യാതെ ഒരു സാധാരണ രീതിയിൽ ജീവിക്കാൻ തന്നെ മാസം 30,000 രൂപ വേണം. നീ വാങ്ങുന്ന ശമ്പളം വെച്ച് നമുക്ക് 15 ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. സോ അത് ബാലൻസ് ചെയ്യാൻ നീ ഓടണം, മറ്റൊരു വശം ഞാൻ ഓടണം. മാരേജ് ലൈഫ് മിഷൻ ലൈഫായിട്ട് മാറും. അതോടെ കഴിഞ്ഞോ? 1 വർഷത്തിനുള്ളിൽ നമുക്ക് കുട്ടികളാവും. അതും നീ എന്നെ സ്നേഹിക്കുന്നത് നോക്കുമ്പോ അതിന്റെ അടുത്ത വർഷം തന്നെ ഒരു കൊച്ചും കൂടി. അവരെ വളർത്തണം, നല്ലപോലെ പഠിപ്പിക്കണ്ടേ? നീ കോർപ്പറേഷൻ സ്കൂൾ മതി എന്ന് പറയും, ഞാനോ കോൺവെന്റ് തന്നെ വേണോന്ന് പറയും. അന്ന് നമ്മുടെ ഈ സ്നേഹം അവിടെ വെച്ച് അവസാനിക്കും കാർത്തിക്. പണമില്ലെങ്കിൽ കൂടി നമുക്കൊക്കെ ജീവിക്കാം. പക്ഷെ സ്നേഹമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ജീവിച്ചോ, പണം ഇല്ലാതെ നീ തന്നെ ജീവിച്ചോ. എന്നെ കൊണ്ട് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പണം മാത്രമാണ് ജീവിതം? സംശയം എന്താ? പണം തന്നെയാണ് ലൈഫ്. എന്റെ വശം ന്യായം പറയാൻ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കരുത് കാർത്തിക്. 24 വർഷം ഈ മിഡിൽ ക്ലാസ് ജീവിതം ഞാൻ ജീവിച്ചു. ഇനി മുതലെങ്കിലും എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ പോഷായിട്ട് ജീവിക്കണം കാർത്തിക്. 10 വർഷം ജീവിച്ചിട്ട് വിഷമത്തോടെ പിരിയുന്നതിലും നല്ലത് 10 നിമിഷം പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചിട്ട് സന്തോഷമായിട്ട് പിരിയാൻ കാർത്തിക്. നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ല അല്ലേ? ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യം തന്നെയാ. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം ആകെ തളർന്നു പോയി. സോ പ്രാക്ടിക്കലായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ല ഐഷു, നീ എനിക്ക് കുറച്ച് സമയം തന്നു നോക്ക്. ഞാൻ തീർച്ചയായിട്ടും 4-5 കൊല്ലത്തിലൊരു നല്ല കുട്ടിക്ക് പറയുന്ന പോലെ ഞാൻ നിന്നോട് പറയുന്നത്. തന്നെയും പെണ്ണെയും നീ ഒന്നും എന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന. നീ ശരിക്കും എന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, എന്റെ നല്ലതിന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവേത് എന്നെ വിട്ടേക്ക്. ഐഷു, സോറി ഐഷു, ഡീസൽ തീർന്നതാ. നീ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഐഷു ഐഷു ഐഷു, നീ വണ്ടിയിലിരിക്ക ഐഷു. ഞാൻ പോയി ഡീസൽ വാങ്ങിച്ചോണ്ട് വരാം. പ്ലീസ് ഐഷു, ഞാൻ വേഗം തന്നെ വരാം. സോറി ചേട്ടാ, വണ്ടിയിൽ ഡീസൽ തീർന്നു പോയാ. തന്റെ കയ്യിലിരിക്കുന്നത് ബെൻസ് വണ്ടിയാണല്ലോ, വണ്ടി എടുക്കണോ? ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കേട്ടാ, വണ്ടി സൈഡിലോട്ട് ഒതുക്കാം. ഐഷു, നിന്റെ ഫോണും തരാവോ? ആർക്കാ നീ ഇപ്പൊ കോൾ ചെയ്യാൻ പോന്നെ? നിന്റെ ശബ്ദം കേട്ടാ തന്നെ എല്ലാവരും പേടിച്ചോടും. വലിയ കാര്യത്തിൽ നീ പറയുന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് ഒരു കുറവും വരുത്താതെ എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന. ഇപ്പൊ സമയത്രേ 3 മണി. ഇപ്പൊ തന്നെ നീ വാഷ് ഔട്ടായി. ഇത്രയേ ഉള്ളൂ നീ. എന്റെ ആഗ്രഹത്തിനൊത്ത ഒരു ജീവിതം നിന്നെ കൊണ്ട് എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല കാർത്തിക്. മനസ്സിലായോ? പിടിക്ക്. ഡീസൽ ഒഴിച്ച് അയാൾക്ക് വണ്ടി കൊണ്ടു കൊടുക്ക.